ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം പുതിയ മഹീന്ദ്ര താർ 5 ഡോർ അഥവാ മഹീന്ദ്ര വിളിക്കുന്ന പോലെ താർ റോക്സ് എന്ന് പറഞ്ഞ വാഹനം ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഇവിടെ അൺവെയിൽ ആവാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. പക്ഷേ എന്നാൽ അതിന് മുന്നേ ഇപ്പോൾ ഇതിൻ്റെ കുറേ ലീക്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ലീക്സ് ആണ്. ഇതുവരെ നമ്മൾ കുറേ സ്പൈ ഷോട്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇത് ലേറ്റസ്റ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മിഡിൽ ട്രിമ്മിൻ്റെ ലീക്ഡ് ഇമേജസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ബാക്കിയെല്ലാം ടോപ്പ് ആൻഡ് വേരിയൻസ് ആയിരുന്നല്ലോ. എന്തായാലും ഈ ഒരു ഇമേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ മിഡിൽ ട്രിമ്മിൽ പഴയ 3 ഡോർ താറിൽ ഉണ്ടായിരുന്ന പോലത്തെ സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് വരുന്നത്. അതായത് അനലോഗ് ആൻഡ് ഡിജിറ്റലിൻ്റെ ഒരു കോമ്പിനേഷൻ ആണുള്ളത്. പക്ഷേ നമുക്ക് ഇൻഫോടൈം സിസ്റ്റം സെയിം 10.25 ഇഞ്ചസിൻ്റെ വലിയ ഇൻഫോടൈം സിസ്റ്റം തന്നെ കിട്ടുന്നുണ്ട്. അതായത് 3 ഡോർ താറിൽ ഇപ്പോൾ ഉള്ള 7 ഇഞ്ചസിനേക്കാൾ വലുതാണ് ഇതിൻ്റെ മിഡിൽ ട്രിമ്മിൽ വരെ നമുക്ക് കിട്ടുന്ന ഇൻഫോടൈം സിസ്റ്റം. ബാക്കി സാധനങ്ങളൊക്കെ അതായത് നമുക്ക് മാനുവൽ AC തന്നെയാണ് ഈ ഒരു മിഡിൽ ട്രിമ്മിൽ കിട്ടുന്നത്. സ്റ്റിയറിംഗ് വീൽ എടുക്കുകയാണെങ്കിൽ അതിൽ വലിയ വ്യത്യാസമില്ല. നമുക്ക് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസും അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും എല്ലാം തന്നെ ഈ ഒരു മോഡലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇല്ലാത്തത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ്. അത് നമുക്ക് ടോപ്പ് ആൻഡ് വേരിയൻസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. ഇത് മിഡിൽ വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഇല്ലാത്തത്. ഇതിൽ കാണാൻ പറ്റുന്ന മറ്റൊരു രസമുള്ള സംഭവം ഇതിൻ്റെ ഇൻറ്റീരിയർ കളർ കോമ്പിനേഷനാണ്. നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന താറെല്ലാം തന്നെ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ പുതിയ ജനറേഷൻ താർ എടുക്കുകയാണെങ്കിൽ 3 ഡോറിൽ തന്നെ അത് വന്നപ്പോൾ മുതൽ തന്നെ നമുക്ക് ഓൾ ബ്ലാക്ക് ക്യാബിനാണ് കിട്ടിയിരുന്നത്. അതിപ്പോൾ സീറ്റ്സ് ആണെങ്കിലും ഡാഷ്ബോർഡ് ആണെങ്കിലും ഈവൻ റൂഫ് ലൈനിങ് ഒക്കെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് റൂഫ് ലൈനിങ് മെറ്റീരിയൽ ഒന്നും ഇല്ലായിരുന്നു. ഫൈബർ റൂഫ് ആയതുകൊണ്ട് ആ സെയിം ബ്ലാക്ക് കളർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ അവർ ഇപ്രാവശ്യം ഡ്യുവൽ ടോൺ ക്യാബിനാണ് പിടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ഒന്നും വ്യത്യാസമില്ലെങ്കിലും അതിൻ്റെ ടോപ്പ് പോർഷൻ മൊത്തം ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബോട്ടം പോർഷനിൽ അവരൊരു വൈറ്റ് ഓർ ബേജ് പോലത്തെ ഒരു കളർ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മുടെ AC കൺട്രോൾ പാനലോ ഈവൻ AC വെൻസിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും എല്ലാം 3 ഡോർ താറിലുള്ള പോലെ തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഈവൻ നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഡിസൈൻ, അതിൻ്റെ സൈഡിൽ വരുന്ന നമ്മുടെ 4x4 ഷിഫ്റ്റ് ലിവർ അതെല്ലാം തന്നെ സെയിം ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഈ IRVMs കണ്ടിട്ട് എനിക്ക് ഓട്ടോ ഡിമ്മിങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ വൈറ്റ് ഇൻറ്റീരിയേഴ്സ് വരുന്ന സമയത്തുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടി ആയതുകൊണ്ട് എങ്ങാനും അകത്ത് കുറച്ച് ചെളിയാവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ബുദ്ധിമുട്ടും. കാരണം സീറ്റ് കവേഴ്സ് വരെ വൈറ്റ് ആണ്. സോ അത് വേണമെങ്കിൽ അവർക്ക് ബ്ലാക്ക് ഉള്ളൊരു വേർഷൻ കൂടി ഇറക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ടോപ്പ് ആൻഡ് വേരിയൻസിലാണെങ്കിൽ ഡ്യുവൽ ടോൺ കൊടുക്കാം. അതല്ലാണ്ട് ബേസ് മോഡൽസിലേക്ക് വരുമ്പം ഓൾ ബ്ലാക്ക് ക്യാബിൻ തന്നെ കൊടുക്കുന്നതായിരുന്നു നല്ലത്. കാരണം പ്രാക്ടിക്കാലിറ്റി വേണം, പക്ഷേ ഓഫ് റോഡും പോകണം എന്ന് പറയുന്നവർക്ക് വേണമെങ്കിൽ ആ ഒരു മോഡൽ ചൂസ് ചെയ്യാമല്ലോ. ഈ ഒരു ആംഗിളിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സീറ്റ്സിൻ്റെ ഡിസൈനും അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ മനസ്സിലാക്കാം. ഇതിപ്പോൾ ലെതർ സീറ്റ്സ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ മെറ്റീരിയൽസ് ആണ്, സീറ്റിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ് കേട്ടോ. പഴയ താറിലുണ്ടായിരുന്നത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോറിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ആണെങ്കിലും അതും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കുറച്ച് നീളം കുറവാണ് കേട്ടോ ഫ്രണ്ടിലത്തെ ഡോറിന്. ബാക്കിലത്തെ ഡോറിനും നീളം കുറവായിരിക്കും. കാരണം 5 ഡോർ ആണല്ലോ, അപ്പോൾ അത്രയും 2 ഡോറും കൂടെ ഒരു സൈഡിൽ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സീറ്റ് ബെൽറ്റിനൊക്കെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായി. പിന്നെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈഡിൽ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ മീൻസ് സീറ്റ്സിലല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, നടുവിൽ തന്നെ അവർ അറ്റാച്ച് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് താർ ആയതുകൊണ്ട് അവർ ഇതിൻ്റെ അകത്ത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിറങ്ങിയ വണ്ടികൾ ഇപ്പോൾ ഈവൻ XUV700, XUV3XO, സ്കോർപ്പിയൻ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇൻറ്റീരിയറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പർപ്പസ് ഉള്ളൊരു വണ്ടി കൂടി ആയതുകൊണ്ടായിരിക്കും അതെന്തായാലും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി റിയർ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ ഫിനിഷൊക്കെ കാണാം, സെയിം തന്നെയാണ്. പക്ഷേ സീറ്റ്സ് എന്തായാലും ഡിഫറൻ്റ് ആണ്. കാരണം 3 ഡോർ താറിനകത്ത് നമുക്ക് ഭയങ്കര നാരോ ആയിട്ടുള്ള സീറ്റ്സ് ആണ് വന്നിരുന്നത്. 2 പേർക്ക് ജസ്റ്റ് ഇരിക്കാം എന്നുള്ള ഒരു ആവറേജ് സീറ്റ്സ് ആയിരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ സീറ്റ്സിന് വീതി കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് 3 പേർക്ക് ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 3 3-point സീറ്റ് ബെൽറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത്. ഈവൻ നടുവിലത്തെ പാസഞ്ചേഴ്സിന് ഒരു ആംറസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം പ്രീമിയം ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. ബാക്കിലേക്ക് AC വെൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ 2 അവൈലബിൾ ആണ്. നടുവിലത്തെ പാസഞ്ചറിന് ഇരിക്കാനും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇൻ്റഗ്രേറ്റഡ് ആണെന്ന് മാത്രം, അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടില്ല, അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു സി പില്ലറിൻ്റെ പോർഷനായിട്ടൊരു കോട്ട ഗ്ലാസ് കാണാം. അതിന് കട്ടിങ് അവരങ്ങനെ കൊടുത്തിരിക്കുന്ന റാംഗ്ലറുമായിട്ട് സിമിലാരിറ്റി വരാണ്ടാണ്. അതിപ്പം സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ റാംഗ്ലറുമായിട്ട് കറക്റ്റ് സിമിലാരിറ്റി വന്നേനെ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് കർവ്ഡായിട്ട് ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ കട്ടിങ് കൊടുത്തു. പിന്നെ ഈ വണ്ടിയുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ 3 ഡോർ താറിൽ കണ്ട പോലെ അങ്ങനെ റോൾ കേജ് ഒന്നും കാണാനില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കൺവേർട്ടബിളോ സോഫ്റ്റ് ടോപ്പോ അങ്ങനത്തെ വേർഷൻസ് ഒന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ നമ്മൾ റൂഫ് എടുക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ട് അവരെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. മറ്റതുപോലെ നമുക്കൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഫൈബർ ടോപ്പ് റൂഫ് അല്ല ഇതിൻ്റെ അകത്ത് വരുന്ന. കറക്റ്റ് റൂഫ് ലൈനർ മെറ്റീരിയലൊക്കെ വെച്ചെല്ലാം നല്ല നീറ്റായിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ ഈ കാണിക്കുന്ന വേരിയൻറ്റിൽ സിംഗിൾ പെയിൻ സൺറൂഫാണ് കിട്ടുന്നതെന്ന് മാത്രം. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് മിഡിൽ ട്രിം ആണ്. പക്ഷേ പാനോറാമിക് സൺറൂഫ് നമ്മൾ താറിൽ ഇതിനു മുമ്പ് സ്പൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ കാണിച്ചിരിക്കുന്ന ഒരു ടീസറിലും ആ പാനോറാമിക് സൺറൂഫ് കണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ടോപ്പ് ആൻഡ് വേരിയൻസിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. പക്ഷേ അവർ ഈവൻ മിഡിൽ ട്രിംസിൽ പോലും സൺറൂഫ് കൊടുക്കാതിരുന്നിട്ടില്ല. സിംഗിൾ പെയിൻ സൺറൂഫ് എങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പീക്കേഴ്സിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റ് കാണാം. അത് നേരത്തെ താറിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തിരി
മിസ്പ്ലേസ്ഡ് ആയിട്ട് തോന്നുമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് അവർ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. ഇതിൻ്റെ അകത്ത് പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ റൂഫിൽ സ്പീക്കേഴ്സ് പ്രോപ്പറായിട്ട് വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ക്ലാരിറ്റി മോശമാണെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു റെൻഡർ കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ റെൻഡർ ചെയ്തതാണ്, ഒറിജിനൽ ഇമേജ് അല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഏകദേശം താർ വരുന്ന സമയത്ത് അതിൻ്റെ 5 ഡോറിൻ്റെ ഇൻറ്റീരിയർ, അതായത് റോക്സ് എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു റെൻഡർ കാണിക്കുന്നത്. ഡ്യുവൽ ടോൺ ഇൻറ്റീരിയർ ആണ് ആൻഡ് ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം അവിടെ കാണാം. ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസും പവർ ട്രെയിൻ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 3 എഞ്ചിൻ ഓപ്ഷൻസ് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ 2.2 ലിറ്റർ എംഹോക്ക് എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും. എല്ലാ മഹീന്ദ്രയുടെ വണ്ടികളും കാണുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെ. പിന്നെ 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ഉണ്ടാവും. അത് നമ്മുടെ XUV3 XUV വരുന്ന സെയിം എഞ്ചിനാണ് സംഭവം. അതിനും 300 ന്യൂട്ടൺ മീറ്റർ സ്റ്റോർക്കൊക്കെ ഉള്ളതുകൊണ്ട് 3 ഡോർ താറിൽ വന്നപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. 2.2 1.5 തമ്മിൽ നമുക്കങ്ങനെ ഭയങ്കര ഒരു അണ്ടർ പവർഡ് വേർഷൻ പോലും തോന്നില്ലായിരുന്നു 1.5. ഇതിപ്പോൾ കുറച്ചുകൂടെ വലിയ വണ്ടിയാണ്, ഇത്രയും കൂടെ സൈസ് കൂടുതലാണ്. അതൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു വേർഷൻ ഈ വണ്ടിയിൽ വരുന്ന സമയത്ത് എന്താവും എന്നുള്ളത് നമ്മളിനിപ്പോൾ കണ്ടറിയേണ്ടി വരും. ഇവർ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അകത്തും ഈ 1.5 ലിറ്റർ എഞ്ചിൻ അതുപോലെ വിത്ത് റിയർ വീൽ ഡ്രൈവ് ഒക്കെ കൊണ്ടിരുന്നത്. ഈ താറിൻ്റെ 3 ഡോർ മോഡലിൻ്റെ റിയർ വീൽ ഡ്രൈവ് ഇറക്കിയ സമയത്ത് ഭയങ്കര മികച്ച റിസപ്ഷൻ ആയിരുന്നു അവർക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് 5 ഡോറിൻ്റെയും റിയർ വീൽ ഡ്രൈവ് ഇറക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. അത്രയും കാലം 2020 താർ ഇറങ്ങിയതിന് ശേഷം പിന്നെ 2023 സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴേക്കും ഡിമാൻഡ് പതുക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയായിരുന്നു. പക്ഷേ റിയർ വീൽ ഡ്രൈവ് ഇറക്കിയപ്പോഴേക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസും ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. 9.99 ലാക്സിലാണ് അവർ ഇനീഷ്യലി AX മോഡൽ റിയർ വീൽ ഡ്രൈവിൽ ഇറക്കിയത്. അപ്പോൾ അത് ഭയങ്കര ഡിമാൻഡ് വന്നു. ഇഷ്ടംപോലെ ആൾക്കാർ റിയർ വീൽ ഡ്രൈവ് വാങ്ങിച്ചു. കാരണം ഈ താർ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഷോപ്പിനൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് താർ കാണാനുള്ള ഒരു മാച്ചോ ലുക്കും നമുക്ക് ആ കിട്ടുന്ന ഒരു റോഡ് പ്രസൻസും ഒക്കെ അതിനുവേണ്ടി വണ്ടി എടുക്കുന്നവരുണ്ട്. ഓഫ് റോഡ് അങ്ങനെ ഡെയിലി പോകണം എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയാണ് റിയർ വീൽ ഡ്രൈവ് ഇറക്കിയത്. ഇപ്പോൾ 5 ഡോർ താർ എന്ന് പറയുമ്പോഴും അത് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സൊക്കെ വെച്ച് റിയർ വീൽ ഡ്രൈവ് മോഡൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ അത് പ്രിഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും എന്തായാലും ഇത് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പോകുന്നില്ല. കാരണം ഹാർഡ് കോർ ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് 3 ഡോർ താർ തന്നെയായിരിക്കും. നമുക്ക് ബ്രേക്ക് ഓവർ ആംഗിളൊക്കെ വ്യത്യാസം വരും. പിന്നെ ഇത് ലോങ് വീൽ ബേസ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നമുക്ക് സെൻറ്റർ പോർഷൻ തട്ടുന്ന പ്രശ്നവും അങ്ങനെയൊക്കെ വരും. കാരണം ഓഫ് റോഡ് ചെയ്യാൻ എപ്പോഴും നല്ലത് കുറച്ച് ഷോർട്ട് വീൽ ബേസ് ഉള്ള വണ്ടികൾ തന്നെയാണ്. ഇത് കേപ്പബിലിറ്റിയുടെ കാര്യത്തിൽ മോശമായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് 3 ഡോർ താറിൽ കിട്ടുന്ന എല്ലാ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും റിലേറ്റഡ് ആയിട്ടുള്ള ഓഫ് റോഡ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു ഇതിൻ്റെ തന്നെ 3 ഡോർ മോഡൽ ഷോർട്ട് വീൽ ബേസിൽ കിട്ടുന്ന അത്രയും കേപ്പബിലിറ്റി ഇതിനുണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം നമുക്ക് സ്കോർപിയോനിലൊക്കെ ചെയ്യാൻ പറ്റുന്നതിലും ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓഫ് റോഡിങ് തീർച്ചയായും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് ഒക്കെ നമുക്കറിയാം ഓൾറെഡി. കാരണം മാനുവൽ ട്രാൻസ്മിഷൻ എന്തായാലും എല്ലാ വേരിയൻസിലും ഉണ്ടാവും. പിന്നെ അതിന് പുറമെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും ഈ പറയുന്ന എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കൂടെയൊക്കെ ഉണ്ടാവും. ഇവർ 3 ഡോർ താറിൽ 1.5 ഡീസൽ എഞ്ചിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടില്ലായിരുന്നു. അതിപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇതാണ് പുതിയ മഹീന്ദ്ര താർ റോക്സ് എന്ന് പറഞ്ഞ 5 ഡോർ വേർഷൻ്റെ നമുക്കിപ്പം ഇതിൻ്റെ ലോഞ്ചിന് മുന്നായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ്. ബാക്കിയെല്ലാം നമുക്ക് ഓഗസ്റ്റ് 15 ശേഷം അറിയാൻ പറ്റും. ഇനിയും ചിലപ്പോൾ ലീക്ക് വരെയായിരിക്കും കേട്ടോ. ലീക്ക് വരികയാണെങ്കിൽ ഞാൻ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.